ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ.വി. പിള്ളൈ, ഡയറക്ടർ, കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ, ചിന്മയ ലൈൻ, ആയുർവേദ കോളേജിന് പുറകുവശം, തിരുവനന്തപുരം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ജനറലായിട്ടുള്ള നീരാണ്. അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് അനസർക്ക. അപ്പോൾ നീരെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗത്തല്ല വരുന്നത്, ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും നീര് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നീരെന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു വലിയ സബ്ജക്റ്റ് തന്നെയാണ്. കാരണം നീര് പല രീതിയിലും ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണം ഫൈലേറിയാസിസ്, മന്തുള്ളവർക്ക് നീര് വരാം. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടിച്ചിട്ട് അതിന് നമ്മുടെ ഈ ലിംഫാറ്റിക് ഡ്രെയിനേജ് അല്ലെങ്കിൽ ലിംഫ് എന്ന് പറയുന്ന ആ ഗ്രന്ഥികളെ ഈ പാരസൈറ്റ് പോയി അടഞ്ഞിട്ട് താഴോട്ട് രക്തോട്ടം വരില്ല. അപ്പോൾ അങ്ങനെ നീര് വരുന്നുണ്ട്. അത് സാധാരണയില്ല, അത് ഈ ഒരു പേഷ്യൻസിന് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് സാധാരണയായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രോഗങ്ങളുടെയും എൻഡ് റിസൾട്ടായിട്ട് വരും. അപ്പോൾ ഉദാഹരണം വേരിക്കോസ് വെയിൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് വെളിയിലും കാണാം, അകത്തും കാണാം. അപ്പോൾ ഈ വേരിക്കോസ് വെയിൻ വന്നു കഴിഞ്ഞാൽ ഇതുപോലെയാണ്, രക്ത ഓട്ടം താഴോട്ട് വരില്ല. അത് വരാപ്പോഴത്തെ രക്തഓട്ടം ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ നെർവ് സപ്ലൈയും കുറയും, അതുപോലെ ഈ നീര് വരാൻ വളരെ സാധ്യതയുണ്ട്. പിന്നെ അത് മാത്രമല്ല, പിന്നെ ചില ആൾക്ക് ഈ ആർത്രൈറ്റിസ്, ഈ വാദത്തിൻ്റെ വാദം എന്ന് പറയുമല്ലോ, അത് തന്നെ പല രീതിയിലുണ്ട്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ഓസ്റ്റിയോപൊറോസിസ്, അതുപോലെ ജോയിൻറ്റുകൾക്കുണ്ടാകുന്ന നീര്, ആ നീരിൻ്റെ എൻഡ് റിസൾട്ട് കൊണ്ടും നീര് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നീര് പല രീതിയിൽ വരുന്നത് നമുക്ക് കാണാം. അത് അതിനെ അറിയുന്നതിന് നമുക്ക് ഏതാണ്ട് അതിൻ്റെ റീസൺസൊക്കെ അറിയുന്നതിന് നമുക്കൊരു പേഷ്യൻസിനെ ഡയറക്റ്റായിട്ട് തന്നെ നോക്കിയെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ചില കണ്ടീഷനിൽ നമുക്ക് ഇതിനെല്ലാം ലാബറട്ടറി എക്സാമിനേഷൻ്റെ ആവശ്യം വരും. അപ്പോൾ നമുക്ക് ലാബറട്ടറി ടെസ്റ്റിൻ്റെ ആവശ്യം വരും. പിന്നെ നീരിന് നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാവുന്നത് ഈ വാട്ടർ തെറാപ്പി, അതായത് ഹൈഡ്രോതെറാപ്പി എന്ന് പറയും. ഇപ്പോൾ ചില നീരുകൾ കുറയുന്നതിന് നമുക്കത് ഏറ്റവും നല്ലത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വന്ന നീരുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ ചൂടുവെള്ളം വെക്കുക, ഒരു പാത്രത്തിൽ തണുത്ത വെള്ളം വെക്കുക. എന്നിട്ട് ഇത് മാറി ഒഴിക്കുമ്പോഴത്തേക്ക് ആ നീര് ഓട്ടോമാറ്റിക്കായിട്ട് കുറയും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഈ പെട്ടെന്നുള്ള ചൂടും പെട്ടെന്നുള്ള തണുപ്പും വരുമ്പോഴത്തേക്ക് രക്ത ഓട്ടം കൂടും, അങ്ങനെ നീര് കുറയാം. പിന്നെ നമുക്കതിന് പല ഓയിൻമെൻറ്റ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്, എണ്ണകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിന് ആയുർവേദത്തിൽ നീരിന് വേണ്ടിയിട്ട് ഒരുപാട് എണ്ണകൾ ഉപയോഗിക്കുന്നുണ്ട്. മോഡേൺ മെഡിസിൻ ആയിക്കഴിഞ്ഞാൽ പല ഓയിൻമെൻറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നീര് കുറയും. പിന്നെ അതുപോലെ ഹോമിയോപ്പതിക് ട്രീറ്റ്മെൻറ്റിൽ തന്നെയും ഇഷ്ടംപോലെ നമുക്ക് ഓയിൻമെൻറ്റുകളും എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസും ഉണ്ട്. പിന്നെ ഏത് നീരിനായി കഴിഞ്ഞാൽ തന്നെയും നമുക്കൊരു കണ്ണും അടച്ചിട്ട് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് ഗ്ലിസറിൻ. ഈ ഗ്ലിസറിൻ വാങ്ങിച്ചിട്ട് നമ്മളിത് നല്ലതായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു 1-2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് തന്നെ നീര് കുറയുന്നത് കാണാം. അപ്പോൾ നീരുണ്ടെങ്കിൽ ഒരു ദോഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീരുണ്ടെങ്കിൽ വേദന ഉണ്ടാവും, വളരെ ഇൻറ്റോറബിൾ പെയിൻ ആയിരിക്കും. ഇപ്പോൾ ജോയിൻറ്റുകൾക്ക് ഉദാഹരണം മുട്ട് അല്ലെങ്കിൽ ആങ്കിൾ ജോയിൻറ്റ്, ഇതൊക്കെ താഴത്തെ ജോയിൻറ്റ്, കണങ്കാല്, ഇതിനൊക്കെ നീര് വന്നു കഴിഞ്ഞാൽ നടക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നടക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് മാറുന്നതിന് ഇതിനെല്ലാം നീര് കുറയുമ്പോഴത്തേക്ക് അവർക്ക് ഈസിയായിട്ട് നടക്കാൻ സാധിക്കും. പിന്നെ നീര് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലമ്പനി എന്ന് പറയുമ്പോഴത്തേക്ക് മലമ്പനിയും മന്ത് ഏകദേശമൊക്കെ ഒരു കൊതുക് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ മന്താകുമ്പോഴത്തേക്ക് ഓരോ മാസവും ഈ ടെമ്പറേച്ചറൊക്കെ കൂടിയിട്ട് ഈ കഠിനമായ പനി ഉണ്ടായിട്ട് ഓരോ പ്രാവശ്യം വരുമ്പോഴത്തേക്കും ഈ നീര് കാലിലോട്ട് വരാം. ചില ആൾക്കല്ലാതെ ഇത് കൊതുകിൻ്റെ അല്ലാത്തത് തന്നെയും ഈ പല കാരണങ്ങൾ കൊണ്ടും നീര് വരാൻ സാധ്യതയുണ്ട്. പിന്നെ നീര് നമുക്ക് പ്രധാനമായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആർത്രൈറ്റിസ്, ജോയിൻറ്റുകൾക്ക് പൊതുവായിട്ട് നമ്മൾ മലയാളത്തിൽ വാദം എന്ന് പറയും. അപ്പോൾ അതിന് വാദത്തിൻ്റെ നീരെന്ന് പറയും. അപ്പോൾ അതിന് എല്ലാത്തിനും ട്രീറ്റ്മെൻറ്റ് ഏകദേശം മോറുള്ള സെയിമാണ്. അപ്പോൾ ചില നീരുകൾക്ക് നമുക്ക് ഈ ആൻറ്റിബയോട്ടിക്സൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അത് വളരെ റെയറായിട്ടേ ഉള്ളൂ. എന്നിരുന്നാൽ തന്നെയും നമുക്ക് പ്രകൃതിദത്തമായിട്ടുള്ള പിന്നെ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലിസറിൻ നല്ലൊരു ആപ്ലിക്കേഷനാണ്. പിന്നെ നീരിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഏതെങ്കിലും കിഡ്നി പേഷ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കാലിൽ നീര് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഹാർട്ട് പേഷ്യൻറ്റും നീര് കാണാൻ സാധിക്കും. അപ്പോൾ അതിനൊക്കെ ഒരു
ഒരു ഡോക്ടറുടെ പിന്നെ എക്സാമിനേഷൻ, ഡയറക്റ്റ് എക്സാമിനേഷൻ ആവശ്യമാണ്. പിന്നെ അതുപോലെ എനിക്ക് ലാബറട്ടറിയുടെ ഇത് ആവശ്യമാണ്. ഇപ്പോൾ ഉദാഹരണം ക്രിയാറ്റിൻ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നീരുണ്ടാവും. ഇപ്പോൾ മുറിവ് സെപ്റ്റിക് ആയി കഴിഞ്ഞാൽ, ഇത് സെപ്റ്റിക് എന്ന് പറഞ്ഞാൽ പഴുത്ത് കഴിഞ്ഞാൽ ആ നീര് ഉണ്ടാകാൻ സാധിക്കും. അപ്പോൾ അതിന് നമുക്ക് ആൻറ്റിബയോട്ടിക്സ് അതുപോലെങ്കിൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് ബൈപ്പാസ് സർജറി ഒഴിവാക്കുക, ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക, അതുപോലെ ആൻജിയോഗ്രാമി ഒഴിവാക്കുക. എന്നിട്ട് ലേറ്റസ്റ്റ് അതിന് പകരമായിട്ടുള്ളത് ആൻജിയോഗ്രാമിന് പകരം ഹാർട്ട് സ്കാൻ ചെയ്യുക. പിന്നെ ബൈപ്പാസ് സർജറിക്ക് പകരം ലേസർ തെറാപ്പി ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ആൻജിയോപ്ലാസ്റ്റി കൊണ്ട് പേഷ്യൻ്റ് ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഹാർട്ടിൻ്റെ ബൈപ്പാസ് സർജറി, അതായത് WHO പറഞ്ഞിരിക്കുന്ന മോർ ദാൻ 90% ബൈപ്പാസ് സർജറീസ് ആർ അൺവാണ്ടഡ്. അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീമോതെറാപ്പി, ഇതിന് എക്സാമിനേഷന് പകരം നമുക്ക് ചെയ്യാവുന്ന ഹാർട്ട് സ്കാനാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ലേസർ തെറാപ്പി കൊടുക്കാം. ഇതുപോലെ തന്നെ എൻ്റെ പ്രമാദമായ പേഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർത്താണ്ഡ മഹാരാജാവ് ആയിരുന്നു. പിന്നെ നമ്മുടെ ഫോർമർ പ്രസിഡന്റ് KR നാരായണ സാറ്, അമേരിക്കൻ ഫോർമർ പ്രസിഡന്റ് ജിമ്മി കോർട്ടർ. ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വൈകിട്ട് 7 മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.